മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മിസ്റ്റർ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 51-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 51. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കുടുംബജീവിതത്തിന്റെ തകർച്ച പാശ്ചാത്യ നാടുകളിലെ സമൂഹത്തെ തകർത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും അതിന്റെ വേലിയേറ്റം ആരംഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത മക്കളും മക്കളെ കരുതാത്ത മാതാപിതാക്കളും ഇന്നത്തെ സമൂഹത്തിന്റെ സൃഷ്ടിയാണ്. കുടുംബജീവിതം പാവനമാക്കേണ്ടത് സമൂഹത്തിന്റെ ഭാവിക്ക് അത്യാവശ്യമാണ്. ദൈവത്തെ പിതാവായി കണ്ട ഈശോ ദേവാലയത്തിൽ പുരോഹിതന്മാരോടുകൂടെ തുടർന്ന് താമസിക്കാതെ മാതാപിതാക്കന്മാരോടൊത്ത് നസ്രത്തിൽ പോയി അവർക്ക് കീഴടങ്ങി ജീവിച്ചു. ദേവാലയത്തിൽ നിന്ന് ലഭ്യമല്ലാത്ത ഏതോ ജീവിത മൂല്യങ്ങൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഉത്തമ കുടുംബങ്ങൾ മാത്രം തരുവാൻ സാധിക്കുന്ന ചില ജീവിത മൂല്യങ്ങളുണ്ട്. അത് മറ്റെങ്ങും നിന്നും നമുക്ക് ലഭിക്കുകയില്ല. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച കുടുംബങ്ങളാണ് ലോകത്തിന്റെ പ്രത്യാശ. നാം ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബത്തെ ആവുന്നത്ര മാതൃക കുടുംബങ്ങളാക്കാൻ പരിശ്രമിക്കും. പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കുടുംബം ലോകത്തിലെ സ്വർഗമാണ്. കുടുംബാംഗങ്ങൾ പരസ്പരം പങ്കിടുന്ന ഒരു ക്രൈസ്തവ അനുഭവം ഉണ്ടായിരിക്കും. ഒരുമിച്ച് ആരാധിക്കുകയും ക്രിസ്തീയ അനുഭവങ്ങൾ പരസ്പരം കൈമാറുകയും വേണം. കുടുംബാംഗങ്ങൾ തമ്മിൽ രക്തബന്ധമുണ്ട്. സാമ്പത്തികവും സാമൂഹികവുമായ ബന്ധമുണ്ട്. അവരൊരുമിച്ച് വസിക്കുന്ന ആ കുടുംബത്തിൽ ആത്മീയ ബന്ധം കൂടി ഉണ്ടായാൽ ആ കുടുംബം സ്വർഗമാണ്. ദൈവമുള്ള ഭവനം സ്വർഗമാണ്. ഇതില്ലെങ്കിൽ നരകവുമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.